ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പം ഇന്ന് ഞാൻ ഫാമില്ല സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ജില്ലയിലെ ഫാമില്ല. അത് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായ വിധം നമ്മളെ മറയമ്പേട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇതുള്ളത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ മൊബൈലിൽ നിന്നുള്ളൊരു വോയിസാണ് എടുക്കുന്നത്. അപ്പോൾ വോയിസ് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഡയറക്റ്റ് നമ്മളെ മൈക്ക് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ക്യാമറ എടുത്തില്ല, കാരണം മഴ ആയതുകൊണ്ട്. പക്ഷെ ഒന്നും മഴയുണ്ടായില്ല. ആ മൊബൈൽ നമ്മൾ കണക്ട് ചെയ്യുന്നിരിക്കുന്ന വയർഡായിട്ടുള്ള മൈക്ക് അതിൻ്റെ അടുത്തുണ്ടായി. പക്ഷേ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മളെ ഫാമിലെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ സ്റ്റാഫുകളൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നമുക്ക് പരമാവധി നമ്മൾ ഓരോ പെറ്റ്സ് നമ്മളെടുത്ത് നമുക്ക് കയ്യിലെടുത്ത് നോക്കി നോക്കാം. ഇപ്പോൾ ചെറുതിന് പേര് ചിലതിനെ എഴുതിയിട്ട് ചിലതിന് പേരുണ്ട്, ഇതിന് പേരില്ല. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ഏതൊക്കെ പെറ്റ്സുകൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫാമിലേക്കാണ് എത്തിയത്. ഇതന്നെ കാണുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിന് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാവിൻ്റെ ഇല, വൈക്കോലൊക്കെ തന്നിട്ടുണ്ട്. വൈക്കോൽ നമ്മൾ കുതിരയ്ക്കാണ് കൊടുക്കാനുള്ളത്. നമുക്ക് കൊടുക്കാം. പ്ലാവിൻ്റെ ഇല കഴിച്ചിട്ടോ. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് നമ്മളെ ഒട്ടകം. അപ്പോൾ ഇനി അപ്പുറത്ത് കുറേ മൃഗങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ആക്കി പോയേക്കാം. ഇവിടെ കുതിരകളുണ്ട്. ഇതെന്താണ് സാധനം? ചോളം പുഴുങ്ങി, തവിട് ഒക്കെ കൂടിയിട്ടുള്ളതാ, മിക്സിങ്. ഇത് എത്ര നേരം കൊടുക്കും? 2 നേരം പുല്ലുണ്ടാവും. ഇത് ഫുള്ളതിന് വേണം. അതെ, 8 മാസമായിട്ടുള്ളത്. ഓ, അങ്ങനെയാവും അല്ലേ? ഇത് ഏത് ഐറ്റം ആടാണത്? ഇത് ചൈനീസ് ജിങ്ക് എന്ന് പറയും. ആടാണ്. മറ്റേ ചൈനീസിൻ്റെ സാധനം. ഓ, മൗണ്ടൻ ടൈപ്പ്. ഇതിപ്പോൾ ഈ കുള്ളന മിനിയേച്ചർ ഹോഴ്സ് അല്ലേ? 4 അടി 4 ഇഞ്ച്. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഇത് കഴിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ പിന്നെ കഴിക്കില്ലേ? ഇതും അത് തന്നെയാണോ തവിടനൊക്കെ കൊടുക്കുന്നത്? ഇവർക്ക് തവിടും ചോളം പൊഴിക്കും. മറ്റേത് പുല്ല് സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രത്തിൽ കൊടുക്കുക. അതെ, കഴിക്കില്ല. വീട്ടിൽ മിക്സ് ചെയ്ത് അവർ കഴിക്കില്ല. ഓ, അതിൻ്റെ ഉള്ളിൽ പോയിട്ടാ കൊടുക്കല്ലേ? പശു, കുള്ളൻ പശു ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് പുനാഗർ ബുൾ. ഈ സൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? എത്രയായാലും ഇത്ര സൈസ് വയ്ക്കുള്ളൂ അല്ലേ? ഇതിന് സൈസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ വളർത്തണ ഈ ഗോക്കളെ ഇഷ്ടപ്പെടുന്നവർ ഇത്ര ആയിട്ടുള്ള ഇതുണ്ട്. ഇപ്പൊ നോർമലി ഇതിനിപ്പോ ഒരു 7.5-8 വയസ്സാവാറായി. 8 വയസ്സ് അല്ലേ? അപ്പോൾ ഈ നെറ്റിയിൽ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമായിട്ട്. ഇപ്പോൾ ഞാൻ വൈക്കോല് ഇതാ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുത്തത് എവിടെ കഴിക്കണം? അവർക്ക് ഇവിടെ ഉള്ളവർ ഫുഡ്, നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്തപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഉണക്കപ്പുല്ലൊന്നും അതിന് വേണ്ട. അപ്പോൾ പശുക്കൾക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള അവർക്കുള്ള വൈക്കോലാണ്. ഇത് ചെറിയ പുല്ലാണ്. അപ്പോൾ നമുക്ക് പുല്ല് ഇവിടെ തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ ചെറിയ കുള്ളൻ പശു. അടുത്ത സെക്ഷനിലേക്ക് എത്തി. ഇതാ കാൾ ഡക്ക്. അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ ഓരോ സ്വഭാവമൊക്കെ വേറെ രീതിയിലാണ്. ഇതാ വേറെ ഡക്കുകൾ ഇതാ വെള്ളത്തേക്ക് വന്നു. ഒക്കെ ഒരു പരിശീലിപ്പിച്ചെടുക്കാതിരിക്കും. നമ്മൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴേ ഇവരൊക്കെ നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. കാണാൻ നല്ല രസമുള്ള ഡക്കുകളാണ് ഇപ്പോൾ ഇതിൽ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡക്ക് തലയിൽ കിരീടമായിട്ടുള്ള ഡക്കുകൾ. ഇതൊക്കെ നല്ല രസമുണ്ട് താറാവുകൾ. നമ്മൾ സാധാരണ ഹെഡുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ല ഹെഡായിട്ടുള്ള താറാവ്. അതെ, ഇത് ഈ സൈസേ ഉണ്ടാവുള്ളൂ. എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിൻ്റെ പേര് ക്രസ്റ്റഡ് ഡക്ക് എന്നാണ് ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പേര്. കാണാൻ നല്ല രസമുണ്ട്, തലയിൽ കിരീടമൊക്കെ ആയിട്ട്. ഇതോ, ഈ ഡക്കാടോ? ഒരു പച്ച ഓ, ഇത് ഒക്കെ നല്ല രസമുള്ള ഡക്കുകൾ. അത് ഫുഡിന് വേണ്ടി കഴിയാ? ആൾക്കാരൊന്നും ഒരു സ്വഭാവം അങ്ങനെ മാറും അല്ലേ? അത് പരിശീലിപ്പിച്ചെടുക്കണതാ? അല്ല, അത്
പരിചയമില്ലാത്തവരുണ്ട്. ആ അങ്ങനെ കാണിക്കൂലേ? ഇതൊക്കെ ബ്രീഡാക്കലുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇതെന്താണ് ഈ സാധനം, ഈ ആട്? ചൈനത്തെ. ഓ നൈസ് മുടിയില്ലേ? ഇത് ഫീമെയിലും മെയിലും ആണ്? അല്ലല്ലോ, തള്ളൻകുട്ടിയാ. അതെ. ആ അതിൻ്റെ കുട്ടിയാണ്. അതെ. ഓ ഇവിടെ ഉണ്ടായതാ? അല്ല, വീട്ടിൽ. ഓ നല്ല ഭംഗിയുള്ള ആട്, നല്ല മുടി തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നല്ല നൈസ് മുടിയായിട്ട്. അപ്പോൾ അതിൻ്റെ തള്ളിയും കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏതായി ആട് കാണുന്നത്? കനേഡിയൻ പിഗ്മി എന്ന് പറയും. ഓ ആ ഐറ്റം ഇവിടെ അല്ലേ? ഇത്ര കുള്ള ചെറിയ ടൈപ്പ് ആയില്ലേ? ആ ഇവർക്ക് എന്താ ഫുഡ് എന്താ കൊടുത്തിരിക്കുന്നത്? തവിട്. ആ പുല്ലൊന്നും കൊടുക്കണ്ട? ഇല കൊടുക്കണല്ലേ? ഇത് ചെമ്മരിയാടോ? ആ 4 കൊമ്പ്. ആ ശരി. 4 കൊമ്പല്ലേ? വെറൈറ്റി ആയിട്ട്. ഓ റയറായിട്ടുള്ളൂ അല്ലേ? ഇത് എമോ അല്ലേ? എമോ. ഇത് സാധാ എമോ അല്ലേ? ഇത് ഫീമെയിൽ മെയിൽ തന്നെ അത്? അല്ല മെയിലും ഫീമെയിലാ? അത്ര ആയിട്ടുള്ളൂ? ഓ അപ്പം ഇങ്ങനെ ഈ ഹൈറ്റ് ആയില്ലേ? ഇവർക്കൊക്കെ എന്താ ഇത് തന്നെ കൊടുക്കാത്ത? അവിടെ തന്നെ കൊടുക്കല്? അതാ കൊടുക്കല്ലേ? ഇതെന്താ വേറെ ആടെ വെറൈറ്റി? ഓ ടർക്കി ഇടുമ്പ വെറൈറ്റി പേരല്ലേ? കാണാൻ നല്ല രസമുണ്ടത്. വാലുണ്ടാവില്ല അല്ലേ? ബാക്കാണ് അതിൻ്റെ പ്രത്യേകത ആയിട്ട് അല്ലേ? നല്ല വെറൈറ്റി ആടുകൾ, നമ്മൾ ഇതുവരെയും കാണാത്ത പല വെറൈറ്റി ആടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ആടുകളൊക്കെ കാണാൻ. ഇതവിടെ വേറെ വെറൈറ്റി ഒക്കെ സൂപ്പറായിട്ടുള്ളത് 2 എമ്മുകൾ ഇതിലുണ്ട്. ഫീമെയിലും മെയിലുമാണ് അദ്ദേഹം അതിൽ ഇട്ടിട്ടുള്ളവർ. അപ്പോൾ ഒക്കെ ഇവിടെ നല്ല വൃത്തി, ഏത് സമയത്തും ഇവിടെ നല്ല വൃത്തിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 4 കൊമ്പുള്ള ആടൊക്കെ പറയുമ്പോഴേ ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത്. വീഡിയോ തന്നെ കണ്ടിട്ട്, നേരിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല രോമം തന്നെ അതിൻ്റെ പ്രത്യേകത. ഇവിടെ കൂടൊക്കെ തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിനിപ്പന്നിൻ്റെ വെറൈറ്റി കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റി കിനിപ്പന്നികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവർ ക്യാരറ്റ്, കക്കരിക്ക, ബീട്രൂട്ട് അതൊക്കെയാണ് അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് അവർ കാണാൻ. മൊയിലുകൾ ഒക്കെ അവർക്കുള്ള മുയലിന് ഫീഡാണ് അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മൊറൈറ്റി മൊയിലുകൾ, വെറൈറ്റി മൊയിലുകൾ ഇവിടെ ഉണ്ട്. ഇതിലൂടെ ഒന്നും പേരുകൾ ഇവിടെ എഴുതിയിട്ടില്ല. ഇത് പേര് എന്താ അറിയില്ല. ക്യാരറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശപ്പ് മാറി പോകണം, ക്യാരറ്റ് ഇട്ടിട്ടും കഴിക്കുന്നില്ല. ഇത് ഏത് മൊയിലുകളാ? ഡോൾഫിൻ, നെതർലാൻഡ്. ഓ ആ മൊയിലുകളല്ലേ? ഇതൊക്കെ ഈ സൈസേ വരുള്ളൂ അല്ലേ? ചെറിയ മൊയിലുകൾ, നെതർലാൻഡ് അവിടെ നിന്നാണ്, ആ രാജ്യത്തെ മൊയിലുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ് ഇവർ കഴിക്കുന്നുണ്ട്. എന്താ രസം. നല്ല അടിപൊളി ക്യാരറ്റുകൾ. ഏതാ? ഓ ഇതായിരിക്കും സിൽക്ക് ടൈപ്പ് അല്ലേ ഇത് കാണുന്നത്? അതിൻ്റെ ബേബിയാണ് അത് കാണുന്നത്. ഇതിൻ്റെ ബേബി. ഇപ്പുറത്തേക്ക് അതെന്താ സംഭവം? ഓ അതെ. അതിൻ്റെ കുട്ടി അപ്പുറത്തുള്ള അതിലുള്ള ഇത് കുളിപ്പിച്ചിട്ടുള്ള അതിൻ്റെ മുടി ഇങ്ങനെ അല്ലേ? വെള്ളത്തിൽ ഫുൾ ടൈം ഉണ്ടാവും അല്ലേ? വെള്ളത്തിലുണ്ടാവുന്ന ഒരു ഐറ്റാണ് ഇപ്പോൾ. എന്തൊരു പേര് പറഞ്ഞു, വാഴക്കുള്ള പേരാണ്. അടിപൊളി പേരുകൾ.
ഒക്കെ വെറൈറ്റി നമ്മളിതിലും കാണാത്ത ഐറ്റം ആണ്. പെറ്റ്സാണ് അപ്പോൾ അതൊക്കെ അവരുടെ ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ വരുന്നവർ അവർക്ക് കക്കരിക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. രണ്ടാളും കൂടി കഴിക്കുന്നുണ്ട് ഈ ഷെയറിട്ട്. സിൽക്കി ചിക്കൻ, ആഹാ എന്താ വെറൈറ്റി ആൾ, ഒക്കെ സൂപ്പർ വെറൈറ്റി ചിക്കൻ കോഴികൾ. പർപ്പിള്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, പല കളറിലുണ്ടല്ലോ. ഇത് യഥാർത്ഥ കളർ തന്നെയാണോ ഈ ചിക്കനിലൊക്കെ? ബാക്കിയൊക്കെ എന്താ ഈ കളർ എടുത്തതാ? അത് കളർ ചേർത്താലും നല്ല കാണാൻ നല്ല രസമുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, അടിപൊളി ഓരോ ചിക്കൻസ് ഒക്കെ ഫാൻസി ചിക്കൻസാണ് ഇതൊക്കെ. നമുക്ക് വെറുതെ വളർത്താനാണ്. മറ്റ് നമുക്ക് ഓർണമെൻ്റലായിട്ടുള്ള സിൽക്കി ചിക്കനോടെ ബോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല വൃത്തിയിൽ ഒക്കെ മണലിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അടിപൊളി, എന്താ രസം കാണാൻ വരുന്നത്. കാറ്റിൻ്റെ സെക്ഷനിലേക്ക് എത്തി. നമ്മൾ വായിൽ നോക്കാൻ പോകുന്നത് ബംഗാൾ കാറ്റ്. ഒറിജിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ശരിക്കും ഒരു പുലി നിൽക്കുന്ന മാതിരി കേട്ടോ. പുലിക്കുട്ടിയാണ് ബംഗാൾ കാറ്റ്. നമ്മൾ കാണാൻ പോകുന്നത് എക്സോട്ടിക് ഷോർട്ട് ഹെയർ. അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, അമേരിക്കയാണ് കാണുന്നത്. ഇതാണ് ആ പൂച്ച, ഷോർട്ട് ഹെയർ ആയിട്ട് രോമം കുറച്ചേ ഉണ്ടാവും, അങ്ങനത്തെ ഐറ്റം. അടുത്ത പൂച്ച എന്താ? ഫിനിക്സ് ഒറിജിൻ ടൊർണാഡോ. ഒട്ടും രോമമില്ലാത്ത പൂച്ച, അടിപൊളി. രോമം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഇതിന്, രോമമില്ലാത്ത പൂച്ച. വാലൊക്കെ കറയിട്ട് ഒന്നുമില്ല, ഒരു തോല് മാത്രമായിട്ടുള്ളൊരു പൂച്ചയായിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഫുഡ് വെള്ളം കുടിക്കുന്നുണ്ട്. അത് എന്താ രസം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒട്ടും രോമമില്ലാത്ത പൂച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പൂച്ചയാണ്. എന്താടാ ഈ പൂച്ചയ്ക്ക് പ്രത്യേകത എന്താ? തീരെ ഒട്ടും രോമം ഉണ്ടാവില്ല അല്ലേ? ഓ ഓ, ഇന്ത്യയിൽ ഒട്ടും രോമല്ലാത്ത പൂച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഹൈബ്രിഡ് സാധനമാണ്. എന്താ കഴിക്കലൊക്കെ ഒരു ഗ്രേ കളറും വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ അത്. അടിപൊളിയായിട്ടുണ്ട് ഈ പൂച്ച. ഇത് നമ്മളെവിടെയും കാണാത്ത ഒരു വെറൈറ്റി പൂച്ചയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിധം എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതുവരെയും കാണാത്ത പൂച്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പേഡ്സുകളുണ്ട്. ഇതാ അവിടെ ഇതാ റെഡ് ഹാൻഡ് ടമാറിയൻ, സൗത്ത് അമേരിക്കത്തെ ഒരു ഐറ്റം. ഒരു വെറൈറ്റി കുരങ്ങന്മാരില്ലേ, അടിപൊളി. ഇതാണ് ഐറ്റം. എന്താ അങ്ങോട്ട് പോയി കാലുമ യെല്ലോ കളറൊക്കെ ആയിട്ട്. ഇതിലൊരു ബേബി കുട്ടിണ്ടായില്ലേ? അതിൻ്റെ ഒരു ബേബി ഉണ്ട് ഇവിടെ. അത് പറഞ്ഞു അതിന് കുഞ്ഞുണ്ടായിട്ടുണ്ട് അവിടെ. ആ കുഞ്ഞിനെപ്പോൾ നമ്മൾ കാണാതെ. ഇവർ നമ്മൾ ക്യാമറയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ തരുന്നില്ല. നമ്മൾ എവിടെയും കാണാത്ത കുരങ്ങനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല രസമായിട്ടുണ്ട് ഈ കുരങ്ങൻ. കാലുമ്പോൾ മാത്രം യെല്ലോ കളറ് ഗ്രേ കളറൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് ബേബി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ. ഇതിലിപ്പോൾ ഒരു 4 പീസോളം ഈ ഒരു കൂടുതലുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു കാടിൻ്റെ അന്തരീക്ഷമായിട്ട് വള്ളികളും ഈ മരങ്ങളൊക്കെ വെച്ച് അവർക്ക് അങ്ങോട്ടും ചാടി കളിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കൂടിൽ. അതാ മൂപ്പര് ഇവിടെ അടുത്തുണ്ട്. നമുക്ക് അടുത്തുനിന്ന് കാണാം.
ഫുഡ് കഴിക്കുന്നു. അവർക്കുള്ള ഫുഡ് ഫ്രൂട്ട്സുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സാണ് ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാരറ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. വായിലേക്ക് ആക്കിയിട്ട് അവർ കഴിക്കുന്നുണ്ട്. കളർ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അതാ കഴിക്കുന്നത്. പിന്നെ ഇതാ നമ്മളടുത്ത് കാണാൻ പോകുന്നത് 8 കാലീനെയാണ്. ഇതാ ബേർഡ് ഈറ്റർ ടറാൻറ്റുല, സൗത്ത് അമേരിക്ക ആൻഡ് ബ്രസീലിൻ്റെ ബേർഡ് ഈറ്റർ എന്ന് പറഞ്ഞാൽ പക്ഷിനൊക്കെ കഴിക്കുന്ന തോന്നുന്നു കണ്ടിട്ട്. പക്ഷിനൊക്കെ കഴിക്കുന്ന ആ ഒരു 8 കാലിയാണ് നമ്മൾ ഈ കാണുന്നത്. സ്കോർപ്പിയോൺ, എംബറർ സ്കോർപ്പിയോൺ, വെസ്റ്റ് ആഫ്രിക്കയിലുള്ള എംബറർ സ്കോർപ്പിയോണാണ് കാണുന്നത്. 8 കാലി. മെക്സിക്കൻ ബ്ലാക്ക് കിക്കിംഗ് സ്നേക്ക്. ഇത് നമ്മൾ വളർത്താൻ പറ്റുന്ന സ്നേക്കാണ് തോന്നുന്നു കണ്ടിട്ട്. സ്നേക്കുകൾ കാണുമ്പോൾ തന്നെ പേടിയാണ്. വലിയ ഇഗ്വാന. ഇത് ഏതാണ് ഇഗ്വാനാണോ? ഓ, അതിനെ കുളിപ്പിക്കുക അപ്പോൾ രാവിലെ എന്താ അപ്പോൾ ഇത്? ഓ, ഇതിൻ്റെ വേറെ വെറൈറ്റി നടത്തുന്നതിൻ്റെ നൻസ്പുറത്തിൽ അതിൻ്റെ വെറൈറ്റി. യൂറോപ്പ് അതോ അർജന്റീന? ഉടുമ്പിൻ്റെ അല്ലേ? ഏറ്റവും വലിയ ഇതൊക്കെ ഫീഡ് എന്താ അപ്പോൾ? നോൺ വെജ്. അതേ കഴിക്കുള്ളൂ അല്ലേ? നന്നായിട്ടാണോ? ഇണക്കി എടുക്കുന്നതാണല്ലേ? ഇവർക്ക് എന്താ ഫീഡ് കൊടുത്തത്? അതാ കൊടുക്കും അല്ലേ? അതെ, മയിൽ വെച്ച് കൊടുക്കണം. ഇവര് ഒരു സമയത്ത് ഭയങ്കര ഫുഡ് കഴിക്കും. ബോഡിയിൽ ഫുൾ ഓവർഫെറ്റ് കഴിഞ്ഞ ഒരു ഡയറ്റിങ്ങിലാണ്. ഓ, അങ്ങനെ ഉണ്ടാവില്ലേ? പിന്നെ കഴിക്കില്ല. അപ്പോൾ ഒരു 2 മാസം അതിൽ കൂടുതലൊക്കെ ശരിക്കും ഒരു ഭക്ഷണം കഴിക്കാതെ ഒരു വെള്ളം കുടിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യും. ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലേ? അപ്പോൾ നമുക്കത് ഒരു ടെൻഷനാണ്, കാരണം ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ. അതെ അതെ. അപ്പോൾ നമ്മൾ അവർക്ക് വായിൽ വെച്ച് കൊടുക്കണം. നമുക്കറിയാം ഒരു 2-3 പീസ് കഴിച്ചാൽ അവർ തുപ്പാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കൊടുക്കില്ല. ഇയാൾക്ക് ഡെയിലി കഴിക്കും.
അണ്ണാന് ഡ്രസ്സിലാക്കണ്ട, ചിലപ്പോൾ യൂറിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡ്രസ്സിലാക്കണ്ട. ഷുഗർ ക്ലിയറല്ലേ? ഇത് ഹെഡ് ജോഗ് അല്ലേ? ഹെഡ് ജോഗ് എൻ്റെ കയ്യിൽ വേണം. ബാൻഡഡ് മൈസ് ബ്രിട്ടനത്തെ ചെറിയ കുഞ്ഞൻ എലികളാണ്. അതാണ് പാമ്പ് നമ്മുടെ ബ്ലാക്ക് പൈത്തനൊക്കെ ഫീഡിങ്ങിന് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലായിടത്തും സാധാരണ കണ്ടുവരാറുള്ള എലികളാണ്. ഇപ്പോൾ ഒരു ക്യാരറ്റും അക്കരിക്കൊക്കെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഗ്വാനൽ വെറൈറ്റി ഇഗ്വാനൽ ഗ്രീന് കളറൊക്കെ തോന്നി പിടിക്കുന്നുണ്ട്. ഇത് 20 മണിക്കൂർ ഉറക്കം. ഓ, ഇപ്പൊ 4 മണിക്കൂർ മാത്രമേ പ്രവർത്തനം. ഫെററ്റ് നമ്മൾ നേരത്തെ കണ്ടത് 20 മണിക്കൂറും ജീവിതത്തിൽ ഒരു ദിവസം 20 മണിക്കൂറും ഉറങ്ങുന്ന നൈറ്റാണ്. ഇപ്പോൾ 4 മണിക്കൂർ മാത്രമേ ഫുഡ് കഴിക്കാനൊക്കെ ഇത് ഒരു ദിവസം ചിലവഴിക്കുന്നുള്ളൂ. ബാക്കി 20 മണിക്കൂറും ഉറക്കം തന്നെയാണ് നമുക്ക് 2 എണ്ണം. ഉറങ്ങുന്ന പണി നോക്കൊരുക്ക് 2 ആൾക്കാർ. ഇനി മിച്ചം വെച്ചിട്ടുണ്ട്, കോർണർ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട്. അതിന് എപ്പോഴെങ്കിലും എനിക്കുമ്പോൾ കഴിക്കും. ഓ ഓ, അപ്പോൾ ഒരു ഫീഡ് കൊടുക്കാൻ വേണ്ടി എപ്പോഴും ഉറക്കമുള്ള ഒരു നീച്ചുക ഫീഡ് ഇതൊക്കെ കഴിക്കുന്നത്. ചിക്കനാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഇതൊക്കെ. കേട്ടോ, ഒക്കെ അതിന് തുടച്ച് ദിവസം ചെയ്യണതല്ലേ, വൃത്തിയാക്കണം. അപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഒന്നും ചെയ്യില്ല. ഇല്ല അല്ല, ശീലമായി അല്ലേ? നമ്മളെപ്പോഴും പെരുമാറുന്നനുസരിച്ചാവും നമ്മളോട് നോക്കല്ലേ. പർപ്പിൾ സ്റ്റെർലിംഗ് ഒറിജിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതാണിപ്പോൾ കാണുന്നത് പക്ഷി. എന്താ ഭംഗി, പർപ്പിൾ കളറായിട്ടുള്ളത്. കണ്ണ് ഫുള്ള് യെല്ലോ. നമ്മൾ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് അടുക്കാൻ നിന്നിട്ടും പേടിച്ച് നോക്കുന്നുണ്ട്. ഒരിക്കൽ ആപ്പിൾ ഇതാ കഴിക്കുന്നത്, അതിൻ്റെ കൂടി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ ഓരോ സെക്ഷനായിട്ട് മൊയിലുകളുടെ സെക്ഷൻ ആണെങ്കിൽ വേറെ, പൂച്ചകളുടെ സെക്ഷൻ ആണെങ്കിൽ വേറെ, ബേഡ്സിൻ്റെ സെക്ഷൻ ആണെങ്കിൽ വേറെ ഒക്കെ തരം തിരിച്ചിട്ട് ആണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. കുരങ്ങൻ്റെ വേറെ സെക്ഷൻ, ഇഗ്വാനാണെങ്കിൽ വേറെ സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒക്കെ കൂടൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. പിന്നെ ഇവിടെയാണ് നമ്മളെ ഇഗ്വാന, ഷുഗർ ഗ്ലൈഡർ, ഹെഡ്ജ് ഹോഗ്, പിന്നെ ഉടുമ്പ്, അതൊക്കെയാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്ന് നമുക്ക് കയ്യിലെടുത്ത് തരും. അന്ന് ഇവിടുത്തെ പ്രത്യേക ഓരോ കസ്റ്റമർ അത് വന്നാൽ അവർക്ക് പാമ്പിനെ കഴുത്തിലിടാനുള്ളൊക്കെ ഒരു അവസരമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ മാത്രമായിട്ട് കുറേ സെക്ഷനിലുണ്ട്. നമ്മൾ ടർക്കി കോഴികൾ, വെറൈറ്റി ടർക്കി കോഴികൾ, 4 പീസ് ഇവിടെ ഉണ്ട്. വെറൈറ്റി ടർക്കി കോഴികളാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത്. വെറൈറ്റി പ്രാവുകൾ,
മയിൽപ്രാവുകൾ, തന്നെ വെറൈറ്റി പ്രാവുകൾ. ഇതാ ഇവിടെ വേറൊരു വെറൈറ്റി പക്ഷി. നമ്മളെ പേരിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, ഓർമ്മ ഉള്ളവർ പറയുക. ഇത് അതിൻ്റെ കൂടക്കാട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടക്കാട് പ്രാവിൻ്റെ വേറെ വെറൈറ്റി. ഇതാ വെറൈറ്റി പ്രാവുകൾ. പ്രാവുകൾ കുറുകുന്നു വെണ്ണിലാവേ, പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാ വേറെ വെറൈറ്റി പ്രാവുകൾ. രണ്ട് ചെറിയൊരു കൂടിൽ അവർ ഇതാ എഗ്ഗ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇതാ കാൽമ ഫുള്ള് തൂവലുള്ള പ്രാവുകൾ. ഇവിടെ നമ്മളെ ഇഗ്വാനയുടെ വലുതുണ്ട് കേട്ടോ. അതാ ഗ്രീനിൻ്റെ വലുതുണ്ട്, യെല്ലോയും ഉണ്ട്. ഇതാ കാണുന്നു നമ്മളെ യെല്ലോ ഇഗ്വാന. അവർക്ക് കൊടുത്തിരിക്കുന്നത് ചീരയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇഗ്വാനകൾ കുറേ ഉണ്ടല്ലോ ഇവിടെ. ഇതാ നമ്മൾ നേരത്തെ കയ്യിലെടുത്ത ആ ഇഗ്വാനകളാണിത്. ഇഗ്വാനുള്ള ഇഷ്ടം. ഇഗ്വാനയ്ക്ക് വലിയൊരു സെക്ഷനാക്കി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 5-8 ഇഗ്വാനുകൾ കിടക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു വെള്ളം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള ചീരകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഫുള്ള് സസ്യബുക്കാണ് തോന്നുന്നു. കാരണം വില മാത്രമേ കഴിക്കാറുള്ളൂ. ഇതാ അതിൻ്റെ വെറൈറ്റി കളറുകൾ, യെല്ലോ വെറൈറ്റി കളറുകൾ ഇവിടെ ഉണ്ട്. റെഡ് ഇഗ്വാന താടിമ വലിയൊരു ഇത് കാണാൻ നല്ല രസമുള്ള ഇഗ്വാനകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് അലങ്കാര കോഴികൾ, അലങ്കാര പ്രാവുകൾ, അങ്കക്കോഴികൾ. അങ്കക്കോഴി കണ്ടിട്ട് തോന്നുന്നു അത്രയും ഹൈറ്റ് ഉണ്ട്. പ്രാവുകൾ, വിവിധ തരത്തിലുള്ള കോഴികൾ. ചെറിയ കോഴി, പ്രാവ് ഇതവിടെ പറന്ന് ഹെഡുള്ള പ്രാവുകൾ. ഇത് കോമൺ ആയിട്ട് എല്ലാവരും കണ്ടുവരാറുള്ളത്. നമ്മൾ കാണാത്തതായിട്ട് മെയിനായിട്ട് ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുക. അലങ്കാര കോഴികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി അലങ്കാര കോഴികൾ നമ്മൾ കാണുന്നത്. ഇത് പ്രാവുകൾ, വെറൈറ്റി പ്രാവുകൾ ഉണ്ട് ഇവിടെ. വലിയ കോഴി, അലങ്കാര കോഴി. പല ബേഡ്സുകൾ, ആഫ്രിക്കൻ കുണൂരൊക്കെ അതിലുണ്ട് തോന്നുന്നു. ഇതിൻ്റെ കാര്യമായിട്ട് ഇതിൽ ബോർഡും വെക്കാത്തതുകൊണ്ട് നമുക്ക് പേരുകൾ കറക്റ്റായിട്ട് അറിയണില്ല. വെറൈറ്റി ബേഡ്സുകൾ ഇതിൽ കാണുന്നുണ്ട്. ഹായ് കൊരങ്ങ, ഹായ്, എന്താ നൈസ് നൈസ്. ഹായ്, ഫുഡ് കഴിക്കാൻ അവിടെ വന്നപ്പോൾ ഒക്കെ നമ്മളിതുവരെയും കാണാത്ത വെറൈറ്റി ഒരു കുരങ്ങന്മാരാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. വായിൽ ഇങ്ങനെ തിരികി കയറ്റും. ആപ്പിളോ പഴമോ എന്താണ് തോന്നുന്നു കഴിക്കുന്നത്. ചെവിയുമൊക്കെ നിറച്ച് രോമമായിട്ടുള്ളത്. എന്ത് രസമാണ് കാണാൻ, അടിപൊളി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അവരെ കുളിപ്പിക്കുന്നത് കണ്ടു, ഒക്കെ കണ്ടു. അതൊക്കെ എന്തായാലും നമ്മൾ വന്ന ഈ സമയം കറക്റ്റ് സമയമായിപ്പോയി. ഇല്ലെങ്കിൽ നമ്മൾ ഉച്ച നേരമൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കലും കാണാൻ പറ്റി, അവരെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഇങ്ങനത്തെ കുരങ്ങനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ്, ഇത്രയും വെറൈറ്റി കുരങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഇത് കാണാൻ. ചെറിയ ടെയിലൊക്കെ ഉണ്ട്, നല്ല ടെയിലും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കുരങ്ങൻ. കറുപ്പ് കളർ അണ്ണാർക്കുട്ടനാണ് ഇപ്പോൾ ഇത്. ഇതിലും പേര് കറക്റ്റായിട്ടുള്ള എഴുതിയിട്ടില്ല. ശരിക്കും പേര് എഴുതി വയ്ക്കാൻ വലിയ ഉപകാരമായിരുന്നു നമുക്ക് പറയാൻ. സ്റ്റാഫുകൾ അവിടെ വേറെ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല. നമ്മൾ വന്നത് ഹോളിഡേ ടൈമിൽ ഞായറാഴ്ച വന്നതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ അവിടെ നല്ല തിരക്കായി. ആദ്യം കുറച്ച് സ്റ്റാഫുകളൊക്കെ പറയേണ്ടത് വെറൈറ്റി തത്തകൾ, യെല്ലോ കളർ തത്ത, അതിൻ്റെ വൈറ്റ് ഒക്കെ കാണാൻ നല്ല രസമുള്ള തത്തകളാണ് ഇപ്പോൾ. പക്ഷികളെ രാജാവ് എന്ന് പറയുന്ന നമ്മളെ മക്കാവോ 2 പീസ് ഇവിടെ ഉണ്ട്. മക്കാവോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പക്ഷികളുടെ രാജാവ് എന്ന് പറയുന്ന ഐറ്റം. പിന്നെ പുറത്തേക്ക് എടുക്കുമെന്നൊരു പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുക കൂടി ചെയ്യാം. മക്കാവോകൾ നല്ല നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നുണ്ട് നോക്കാം സ്റ്റാഫുകൾ. നമുക്ക് നോക്കിയിട്ട് കിട്ടും നോക്കാം. ഇതവിടെ വേറെ അണ്ണാർക്കുട്ടൻ, വെറൈറ്റി അണ്ണാർക്കുട്ടൻ. നല്ല കളറും കാര്യങ്ങളൊക്കെ അല്ലേ, വൈറ്റും ഗ്രേയും ഒക്കെ കൂടിയുള്ള. നമ്മൾ അടുത്തേക്ക് വന്ന് നോക്കില്ല. ഒരു പീസേ ഉള്ളൂ കണ്ടിട്ട് തോന്നുന്നത്. നല്ല രസമുണ്ട് അണ്ണാർക്കുട്ടനെ. അപ്പോൾ നമ്മൾ സാധാരണ അണ്ണാർക്കുട്ടനെ ഒക്കെ വിചാരിക്കുന്ന ഒരു അണ്ണാർക്കുട്ടൻ അല്ല കേട്ടോ. നമ്മളൊക്കെ ഇവിടെയൊക്കെ ഫുൾ വെറൈറ്റി, നമ്മളിതുവരെയും കാണാത്ത, ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന ആ ഒരു അണ്ണാർക്കുട്ടന്മാരാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ എവിടെയും കാണില്ല, ഇതിലും കാണാറുണ്ട് വെറൈറ്റി അണ്ണാർക്കുട്ടനെയാണ് ഇപ്പോൾ.
അവർക്ക് ഫുഡിനായിട്ടാണ് വന്ന് നിൽക്കുന്നത് തോന്നുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അടുത്തേക്ക് വരുന്നുണ്ട്. ഓ നല്ല സ്പീഡാണ്. നമുക്ക് ശരിക്കൊരു ക്യാമറ ഒന്നും കിട്ടിയിട്ടില്ല, ക്യാമറയിൽ കിട്ടിയില്ല. അത്രയും വലിയ ഫാസ്റ്റായിട്ടാണ് പോയത്, ഏറ്റവും മുകളിൽ പോയത്. അടുത്തത് നമ്മളെ യമു, നമ്മൾ ആദ്യം കണ്ട അത് ഒട്ടകപ്പക്ഷി. യമു അല്ല, നമ്മളെ ഒട്ടകപ്പക്ഷിയാണ്. എന്താ സൈസ് ഒട്ടകപ്പക്ഷികൾ. അയ്യോ വണ്ടി വരട്ടെ. പല എന്താ ഹൈറ്റ്, നമ്മൾ ഒരു 7 അടീൻ്റെ അടുത്ത് ഉയരണ്ടാവും കേട്ടോ. ക്യാമറ കൂടി നമ്മുടെ വന്നപ്പോഴേ അപ്പോൾ നമ്മൾ അടുത്തേക്ക് പാഞ്ഞ് വരിക. 2 പീസാണ് അതിലുള്ളത്. അപ്പോൾ ഇനി വീണ്ടും വരും. ഞാൻ കൊമ്പത്തേക്ക് മൊബൈൽ കടിച്ചാലേ എൻ്റെ മൊബൈലാണ് പോകും. അപ്പോൾ വിശാലമായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ സെക്ഷനിലേക്ക് എത്തുമ്പോഴും നമുക്കിത് കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞിട്ടില്ല. അടുത്ത സെക്ഷനിലേക്ക് നമ്മളെ മക്കാവ് അവിടെ ഉണ്ട്. മക്കാവ് ഇതവിടെ ഇരിക്കുന്നു. ഫുഡ് കഴിക്കേണ്ട തിരക്കിലാണ്. ഫുഡല്ല, ഫുഡ് ഉണ്ടായില്ല, അതിൻ്റെ തിരക്കിലാണ് മക്കാവ്. അതിൻ്റെ ഒരു വൈറ്റ് കളർ പാരറ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പേര് നമുക്ക് അറിയണില്ല, അതാണ് വലിയ പ്രോബ്ലം. ശരിക്കും ഇവിടെയൊക്കെ ഒരു ഓരോ പേര് എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാമായിരുന്നു ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പോരായ്മ മാത്രമല്ല നമ്മൾ വീഡിയോ എടുക്കണതിലുള്ളത്. മക്കളിലൊക്കെ നമുക്ക് ഇരുപത് നമ്മൾ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയാത്തത് നമ്മൾ പേര് പറഞ്ഞില്ല. ഒക്കെ വെറൈറ്റി ഒരു പാരറ്റാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരറ്റ് പേരിക്ക് അറിയില്ല കേട്ടോ. ഫുള്ള് ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു പാരറ്റാണ് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട് ഈ പാരറ്റ് കാണാൻ. ഒരു വെറൈറ്റി റെഡും ബ്ലൂവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പാരറ്റാണ് നമ്മൾ കാണുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ പലതരം ഫെൻഡസുകൾ കണ്ട കോഴിയാണ് തോന്നുന്നു. അതല്ല, നല്ല ടെയിലിൻ്റെ നല്ല പ്രത്യേകം. ടെയിൽ നല്ല ലോങ് ടെയിലായിരിക്കും. നല്ല കാണാൻ നല്ല രസം ഉള്ള കോഴികൾ. സൺകുണൂരിനെ ഫീഡ് ചെയ്യാനുള്ള സെഷനിലേക്ക് എത്താണ്. ഒക്കെ നമ്മളെ അടുത്തേക്ക് വന്നിട്ടാണ്. കൈ നീട്ടിയത് കാണാൻ വിശന്നിരിക്കുന്നത്. എത്രയുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ പെറ്റ്സിൻ്റെ ഇവിടേക്ക് ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെ നേരിട്ട് നമ്മുടെ കയ്യിൽ വന്ന് നമുക്ക് ഹാൻഡ് ഷെയ്ഡ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലൊരു മനോഹരം ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇതം പാർക്കിലൊക്കെ ഉണ്ട്. ഇതില്ലെങ്കിൽ പിന്നെ പാർക്കിൻ്റെ ഒരു സൗന്ദര്യമില്ല. നമുക്ക് പെറ്റ്സിനെ നേരിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ വന്നാൽ. അത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഒരു 10-50 ഇതിലുണ്ട് തോന്നുന്നു കണ്ടിട്ട്. അത്രയും ഉണ്ട് ഇതിൽ. നല്ല ഭംഗിയായിട്ടത്. ഓ എന്താ രസം. ഓ എന്താ രസം. ഒക്കെ വന്നു. ഇപ്പോൾ ഒരു 4 നമ്മളെ കയ്യിൽ വന്ന് ഫീഡ് എടുക്കുന്നത്. ഓ അപ്പോൾ ഒരു ശരിക്കൊരു പേടില്ലാത്ത കൂട്ടത്തിലാണ് നമ്മൾ ഈ ഐറ്റം ബേർഡ് എന്ന് പറയുന്നത്. സൺകുണൂര് നല്ല മാർക്കറ്റിൽ നല്ല റേറ്റും ഉണ്ട് ഇതിന്. അത്യാവശ്യം നല്ല. അപ്പോൾ നമ്മളെ കൈത്തെ കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി, ഫീഡൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഷുഗർ ഗ്ലൈഡർ, ഹെഡ്ജ് ഹോഗ്, പിന്നെ ഉടുമ്പ്, ഇതിനൊക്കെ നമുക്ക് കൈകൊണ്ട് തൊടാനുള്ളൊക്കെ ഒരു പെർമിഷൻ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. പാമ്പിനെടുത്ത് നമ്മുടെ കഴുത്തിലിട്ട് തരും. ഓരോന്നും നമുക്ക് ഈസിയായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കയ്യിൽ എടുത്ത് തരും ഓരോന്ന്. അത്രയും പരിചയമുള്ള പെറ്റ്സാണ്. കാരണം നമ്മളോടൊന്നും ആക്രമിക്കുക കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ നമുക്ക് ഒരു ധൈര്യത്തോടു കൂടി നമ്മളെ കയ്യിലെടുത്ത്
നോക്കാം, ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. പാമ്പാണെങ്കിലും പാമ്പിനെ പേടിയുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ പാമ്പിനെ പേടി മാറും. ഇത് നമ്മളെ നോൺ വെനമസ് ബ്ലാക്ക് പൈത്തനാണ് വളർത്താൻ പറ്റുന്നത്. ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ വിലയുള്ള പൈത്തൺസാണ് ഓരോന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈത്തണ് നമുക്ക് കയ്യിലെടുക്കാം. നമ്മൾ ഒരുവിധം എല്ലാ പെറ്റ്സിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കാണാനൊന്നുമില്ല. നമുക്കൊരു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരത്തേക്കുള്ള കാണാനുള്ള ഒരു സംഭവം ഫാമിലിയിൽ ഇപ്പോൾ ഉണ്ട് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ പറയാം. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.